ഒന്ന് ആല ഇമ്രാൻ, മറ്റൊന്ന് ആലു ഇബ്രാഹിം. ആല ഇമ്രാൻ, ആലു ഇബ്രാഹിം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കുടുംബത്തെ ഓർക്കാൻ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും പറഞ്ഞു. നമ്മുടെ കുടുംബം അങ്ങനെയായി മാറണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു നിയ്യത്ത് വെക്കി, എന്റെ കുടുംബം ഈ ഖുർആനിലെ കുടുംബമായി മാറണം. ഓരോ കുടുംബനാഥന്മാരും ഓരോ കുടുംബനാഥന്മാരും ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുടുംബം ഇതുപോലൊരു കുടുംബമാകണം. ആദ്യം മാറേണ്ടത് നമ്മുടെ കുടുംബമാണ്. ലോകം നന്നാവാൻ വരട്ടെ, നാട്ടുകാരെ നന്നാക്കാൻ വരട്ടെ, നമ്മുടെ കുടുംബത്തെ ആദ്യം നന്നാക്കുക. അള്ളാഹു അതിനെ തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥൻ ആരാകണം? ഇബ്രാഹിം ആകണം. ആദ്യം നമ്മൾ ഇബ്രാഹിം ആകണം, എന്നാലേ നമ്മുടെ ഭാര്യ ഹാജറയാവും. നമ്മൾ ഇബ്രാഹിമും ഭാര്യ ഹാജറയും ആയാലേ മക്കള് ഇസ്മായിലാവും. വാപ്പ ഇബ്രാഹിമും ഉമ്മ ഹാജറയും ആകാതെ മക്കള് മാത്രം ഇസ്മായിലാകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ആരാവണം? നമ്മുടെ കുടുംബനാഥനായ ഗൃഹനാഥനായ നമ്മൾ ആരാവണം? ആരാകണം? മുഹമ്മദ് ആകണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യ ഒന്നുകിൽ ഖദീജയാകണം, അല്ലെങ്കിൽ ആയിഷയാകണം. നമ്മൾ മുഹമ്മദും ഭാര്യ ഖദീജയുമായാലേ നമ്മുടെ മകൾ ഫാത്തിമയാവും. നമ്മൾ ഇബ്രാഹിം നമ്മുടെ ഭാര്യ ഹാജറയുമായാലേ നമ്മുടെ മകൻ ഇസ്മായിലാവും. നമ്മൾ മുഹമ്മദും നമ്മുടെ ഭാര്യ ആയിഷയുമായാലേ നമ്മുടെ മകൾ ഫാത്തിമയാവും. ഇത് മൂന്നുമാവാതെ ആദ്യം ഇത് രണ്ടുമാകണം. അതിനുശേഷമേ ഫാത്തിമയെ കുറിച്ചും ഇസ്മായിലിനെ കുറിച്ചും ചിന്തിക്കാൻ തന്നെ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. അള്ളാഹു ആദ്യം അതുകൊണ്ട് നമ്മളെ നന്നാക്കണം. ആദ്യം ആര് നന്നാകണം? നമ്മൾ സ്വന്തം നന്നാവണം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഓരോ കവാടത്തിലും ഇന്ത്യ രാജ്യത്തിലെ പ്രധാനപ്പെട്ട സമുദായ അംഗങ്ങളുടെ വേദദർശനങ്ങളുടെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കവാടത്തിൽ പോയി നോക്കിയാൽ കാണാം, ഹൈന്ദവ ദർശനത്തിന്റെ അയം നിജ പരോവേദി ഗണനാലുകു ചേതസ ഉദാര ചരിതാനാം തുവ സുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അയം നിജ പരോവേദി ഗണനാലുകു ചേതസ ഉദാര ചരിതാനാം തുവ സുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിന്റെ പേര് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ കാണാം. അതിന്റെ തൊട്ടടുത്ത 7ാമത്തെ കവാടത്തിൽ വിശുദ്ധമായ ഖുർആന്റെ സൂറത്ത് റഅദിലെ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു ഒരു സമൂഹത്തെ മാറ്റുകയില്ല ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം മാറാൻ തീരുമാനിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചിട്ട് മംഗലപുരത്ത് വന്നിട്ട് റമളാൻ 1 ആവാറായി, നാളെ റമളാൻ ആവുകയാണ്, മംഗലപുരത്ത് നിവാസികൾ മുഴുവനും നന്നാവട്ടെ എന്ന് പറഞ്ഞൊരു മാന്ത്രിക ദണ്ഡ് കൊടുത്തിട്ട്, മുതുകാടിന്റെ മാന്ത്രിക ദണ്ഡ് ജിബ്രീലിന്റെ കൈ കൊടുത്തിട്ട് ഓരോരുത്തരെ തലയെ തൊട്ട് അനുഗ്രഹിച്ച് നീ ഒക്കെ മാറട്ടെ എന്ന് പറയുന്ന മാന്ത്രിക പരിപാടി പരിവർത്തനത്തിന്റെ കാര്യത്തിലില്ല. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മാറും. എപ്പോൾ? ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം നിങ്ങൾ മാറണം. ഓരോരുത്തരായിട്ട് മാറണം. ആ മാറ്റത്തിന്റെ തുടക്കം നമ്മളിൽ നിന്നായി മാറണം. നമ്മൾ മാറുമ്പോൾ കുടുംബം മാറും. കുടുംബം മാറുമ്പോൾ നമ്മൾ നന്നായാൽ കുടുംബം നന്നാവും. കുടുംബം നന്നായാൽ നാട് നന്നാവും. നാട് നന്നായാൽ ലോകം നന്നാവും. അതുകൊണ്ട് ലോകം നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം. ഒരു ബുദ്ധിമാനായ പിതാവ് തന്റെ മകന്റെ ബുദ്ധി അളക്കാൻ അയാൾ ഒരിക്കൽ മകനെ വിളിച്ചു. ആ മകന്റെ കയ്യിൽ ഒരു വലിയ ഭൂപടം, ലോകത്തിന്റെ ഭൂപടം. ആ ഭൂപടം എടുത്ത് അദ്ദേഹം പല കഷണങ്ങളായിട്ട് കീറി, പല ചെറിയ ചെറിയ കഷണങ്ങളായി കീറിയിട്ട് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, നീ ഈ ഭൂപടം നേരത്തെ ഇരുന്നത് പോലെ യഥാസ്ഥാനത്ത് വെച്ച് ഒട്ടിച്ചു കൊണ്ടുവരണം. എല്ലാ രാജ്യങ്ങളും അതേ സ്ഥാനത്ത് വെച്ച് ഒരു ലോകത്തിന്റെ ഭൂപടം എങ്ങനെയാണോ അത് അതേപടി ഒട്ടിച്ചുകൊണ്ട് നീ വരണം. ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്, ഒരു ഭൂപടം എടുത്തിട്ട് പല കഷണമായിട്ട് കുനുകുന കീറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ട് വേറെ ഒരിടത്തും നോക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള അറിവനുസരിച്ച് അതേപോലെ ആ രാജ്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഒരു ഭൂപടം ശരിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? ഇവിടെ ഇരിക്കുന്നത് ഉണ്ടല്ലോ, വലിയ വലിയ കേമന്മാരൊക്കെ ഉണ്ട് ഇവിടെ, എഞ്ചിനീയറിങ്ങിന് പോയവർ, MBBS പോകുന്നവരൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും പറ്റുമോ?
ഒരസാമാന്യ കഴിവും അറിവുള്ള ഒരാൾക്കല്ലാതെ പറ്റൂല. എടുത്തൊട്ടിച്ച് വെക്കാൻ പറ്റുമോ? ഷൈജു സെക്രട്ടറിക്ക് പറ്റുമോ? പള്ളിയിലെ രസീത് ബുക്ക് കീറിയാൽ ഒട്ടിക്കാം, പക്ഷെ ഇത് ഒട്ടിക്കാൻ പറ്റില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഈ മകൻ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ ഭൂപടം അതേപടി ഒട്ടിച്ച് യഥാസ്ഥാനത്ത് വെച്ച് പഴയ ഭൂപടം പോലെ പിതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. അത്ഭുതത്തോടെ പിതാവ് ചോദിച്ചു, മോനെ നിനക്കിതെങ്ങനെ കഴിഞ്ഞു? ഇതൊരു അസാമാന്യ കഴിവില്ലാതെ പറ്റില്ലല്ലോ. ആ ബുദ്ധിമാനായ കുട്ടി പറഞ്ഞു, പിതാവെ അങ്ങ് ഇതെന്റെ കയ്യിൽ തന്നപ്പോ ഇത് ഒട്ടിച്ച് ചേർക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ കഷണം എടുത്ത് തിരിച്ചു മറിച്ചു നോക്കിയപ്പോൾ ഈ ഭൂപടത്തിന്റെ മറുഭാഗത്ത് പുറകുവശത്ത് ഒരു മനുഷ്യന്റെ പടമുണ്ടായിരുന്നു, ചിത്രം. ഞാൻ ഭൂപടം എടുത്ത് തിരിച്ചു വെച്ച് ആ മനുഷ്യന്റെ അവയവങ്ങൾ മുഴുവനും നമുക്കറിയാമല്ലോ, ആ മനുഷ്യന്റെ പടം ഞാൻ അങ്ങ് ശരിയാക്കി. എല്ലാം ശരിയാക്കി കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോൾ ഭൂപടവും ശരിയായി, ലോകത്തിന്റെ ഭൂപടവും ശരിയായി. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നന്നാകുമ്പോഴാണ് ലോകം നന്നാകുന്നത്. ആ മനുഷ്യൻ യഥാസ്ഥാനത്ത് പിന്നിപ്പറിഞ്ഞു പോയവനെ ഒട്ടിച്ചു വെച്ചപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ലോകം മാറി എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു മനുഷ്യനും അവൻ സ്വയം നന്നാകണമെന്ന് കരുതുന്നത് വരെ അവനെ ഞാൻ നന്നാക്കുകയില്ല. അവന്റെ മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, സ്വയം ഒരു തീരുമാനമെടുക്കണം. എത്ര നാളാണ് നാം ഇങ്ങനെ കലഹിച്ചും വൈരത്തോടെയും വൈരാഗ്യത്തോടെയും കടന്നുകൂടുക? ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ എത്ര നാളാണ് നാം ഇങ്ങനെ കലഹിച്ച് കഴിയുക? അടുത്ത് താമസിക്കുന്നവനെ പോലും വിശ്വാസമില്ലാത്ത കാലമാണ്. അടുത്ത് താമസിക്കുന്നവൻ ഹൈന്ദവനാണെങ്കിൽ മുസ്ലിമിന് വിശ്വാസമില്ല, മുസ്ലിമാണെങ്കിൽ ഹൈന്ദവന് വിശ്വാസമില്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹമായി മാറുമ്പോ ഇത് നാം ലോകത്തിന്റെ അവസ്ഥയാണ് പറയുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമാണെന്ന് ഒട്ടും വിശ്വാസമില്ലാതായി മാറുന്നത്. സമൂഹത്തിന്റെ കാര്യം വിടുക, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തെ വിശ്വാസമില്ല. അമേരിക്ക ആർക്കും വിശ്വാസമില്ല, ഇറാന് അമേരിക്കക്ക് വിശ്വാസമില്ല, അമേരിക്കക്ക് ഇറാന് വിശ്വാസമില്ല, ദക്ഷിണ കൊറിയക്ക് ഉത്തര കൊറിയയെ വിശ്വാസമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിലാണ് ലോകം പോകുന്നത്. നഷ്ടപ്പെട്ടു പോയൊരു ലോകം. ഒത്തിരി കൂട്ടി വെക്കുമ്പോൾ ആളുകൾക്ക് തിരിയാതെ പോകരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ല? ലോകങ്ങൾക്ക് ലോകങ്ങളെ വിശ്വാസമില്ല, സമൂഹത്തെ വിശ്വാസമില്ല, മതങ്ങൾക്ക് മറ്റൊരു മതങ്ങളെ, മതവിശ്വാസികൾക്ക് വിശ്വാസമില്ല. ഈ വിശ്വാസമില്ലായ്മയൊക്കെയുടെ നടുവിൽ ലോകം മുഴുവനും വല്ലാതെ കലുഷിതമായ അന്തരീക്ഷത്തിലോട്ട് കടന്നു പോകുമ്പോ ഇറാന്റെ അണുവായുധം തങ്ങളെ നശിപ്പിക്കുമോ എന്ന് അമേരിക്കക്ക് ഭയമാണ്. ഉത്തര കൊറിയയുടെ അണുവായുധം ദക്ഷിണ കൊറിയക്ക് വരിയില്ലയോ എന്ന് വല്ലാതെ ഭയമാണ്. ആ സംഘാടകർ കുറെ കസേര എടുത്തിട്ട് കൊടുക്കും, കുറച്ച് കസേര, 1-2 പേരെടുത്തിട്ട് കുറച്ച് കസേര വരുന്നവർക്ക് ഇട്ട് കൊടുക്കുകയും ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറേ നമ്മുടെ പ്രസംഗം ഉണ്ടാവുള്ളൂ. 10 മണിക്ക് അവസാനിക്കും. ധൈര്യമായിട്ട് വന്നോളി. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾ, നമ്മുടെ ചർച്ച കുടുംബത്തെ കുറിച്ചാണ്. ധൈര്യമായിട്ട് കടന്നു വരാം. ഇവിടെ ഒന്നുമില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാം ഈ സദസ്സിലേക്ക്. ആരും നിങ്ങളുടെ കൈയും വെട്ടൂല, കാര്യം വെട്ടൂല. ധൈര്യമായിട്ട് പോരെ. അങ്ങനെയൊന്നും ഓർത്തിട്ട് ആരും വിഷമിക്കണ്ട. ഇത് കുടുംബത്തെ കുറിച്ച് പറയുന്ന സദസ്സാണ്. ഒരു കുടുംബം, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത കുടുംബം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ കുടുംബമാകാം. ലോകം മുഴുവനും ഒരു കുടുംബമാകണമെന്ന സങ്കല്പം പറഞ്ഞ, ലോകം മുഴുവനും ഒരു വലിയ കുടുംബമാകണമെന്ന് പറഞ്ഞ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ നിത്യോമാ അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി. ശാന്തിയാണ്, സമാധാനമാണ്. ഈ തമസ് മാറാൻ ഒരു ജ്യോതിസ് വരണം, ഈ കന്ധകാരം മാറാൻ ഒരു പ്രഭയുടെ വെളിച്ചമുണ്ടാകണം. ഓം ശാന്തി. ഇവിടെ ശാന്തി ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. ഈ ശാന്തിക്ക് വേണ്ടി വരുന്ന സ്ഥലത്താണിത്. ഇവിടെ നാം പറയുന്ന
പറയുന്നത് കുടുംബത്തെ കുറിച്ചിട്ടാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ദാനം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്യായ സംഭവാമി യുഗേ യുഗേ. ഈ ലോകത്ത് ദൈവത്തിന്റെ ദശാവതാരങ്ങൾ ഉണ്ടാകുന്നത് അധർമ്മത്തിന്റെ കൊടിക്ക് പിടിക്കാനാണ്, അധർമ്മത്തിന്റെ തലക്ക് പിടിച്ചിട്ട് ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കാനാണ്. ഹൈന്ദവ ദർശനങ്ങൾ പറഞ്ഞത് ദൈവം 10 അവതാരങ്ങളായി കാലാന്തരങ്ങളിൽ അവതരിച്ചിറങ്ങുന്നത് അത് ധർമ്മത്തിന് ചൂട്ടുപകരാനാണ്, ധർമ്മത്തിന് ശക്തി പകരാനാണെന്ന് പറയുന്ന ദർശനങ്ങളുടെ ഉടമകളോക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് കുടുംബത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഖുർആനിലെ കുടുംബം ലോകത്തിന്റെ മുഴുവനും കുടുംബമായി മാറണം. ഈ കുടുംബത്തിൽ അംഗമായിരുന്നവർ ഈ ഭാരതത്തിന്റെ ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് വെളിച്ചമുള്ള കുടുംബമാണ് വെളിച്ചമുള്ള പൗരനെ പ്രദാനം ചെയ്യുക. വെളിച്ചമുള്ള കുടുംബത്തിൽ താമസിക്കുന്നവരെ ആ സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നാം നമ്മുടെ ഗൃഹനാഥൻ ഇബ്രാഹിമായി മാറണം. ക്രൈസ്തവ സഹോദരങ്ങളെ, ക്രൈസ്തവന്റെ കുടുംബനാഥൻ അവൻ എബ്രഹാം പ്രവാചകനാകണം, എബ്രഹാം പ്രവാചകനായി മാറണം. അവരുടെ ഗൃഹനാഥ കന്യാ മറിയമായി മാറണം. അള്ളാന്റെ ഖുർആൻ ഒരൊറ്റ പെണ്ണിന്റെ പേരിലെ ഒരു സൂറത്ത് ഇറക്കിയിട്ടുള്ളൂ. അത് ആയിഷ ബീവിയുടെ പേരിലല്ല, ഖദീജയുടെ പേരിലല്ല. അള്ളാന്റെ ഖുർആൻ ഒരു പെണ്ണിന്റെ പേര് ഒരു അധ്യായത്തിൽ വെച്ചെങ്കിൽ അത് കന്യാ മറിയത്തിന്റെ പേരാണ്. ഈ മംഗലപുരം ജംഗ്ഷനിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ ഒരു സൂറത്ത് ഇറക്കി. ആ സൂറത്തിന്റെ പേര് സൂറത്തു മറിയം. ആ സൂറത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്. മറിയമിന്റെ പേരിലാണ് അള്ളാഹു ഒരു സൂറത്ത് ഇറക്കിയത്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ, കുടുംബനാഥൻ കുടുംബനാഥനായി മാറണം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹമുണ്ടാകണം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജന്മനാന്തനായി പോയപ്പോ, ഭർത്താവ് കണ്ണ് കാണാത്തവനായപ്പോ, എന്റെ ഭർത്താവ് കാണാത്ത ഒരു സൗഭാഗ്യവും എനിക്കിനി കാണണ്ടെന്ന് പറഞ്ഞ് കാഴ്ചയുണ്ടായിട്ടും കണ്ണിൽ കറുത്ത തുണി കുണി കുട്ടി കൊടുത്തിട്ട് ഭർത്താവ് കാണാത്തതൊന്നും എനിക്ക് കാണണ്ടെന്ന് വ്രതമെടുത്ത ആ ഭാര്യയെ പോലെ കണ്ണിൽ കറുത്ത തുണി കെട്ടിയ പുരാണത്തിലെ ഗാന്ധാരിയെ പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്നവളായൊരു പെണ്ണു മാറുമോ? മക്കൾ വന്ന് യുദ്ധത്തിന് പോകുമ്പോ പിതാവിനോട് സമ്മതം അനുഗ്രഹ ആശീർവാദം തേടുമ്പോ സ്വന്തം മക്കളാണ് യുദ്ധത്തിന് പോകുന്നത്, മറുഭാഗത്ത് നിൽക്കുന്നത് തന്റെ കുടുംബക്കാരാണ്. ആ സമയത്ത് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മനസ്സിന്റെ കാഴ്ച കൊണ്ട് സ്വന്തം മക്കളുടെ തലയിൽ കൈവച്ചിട്ട് യഥോ ധർമ്മസ്തതോജയ യഥോ ധർമ്മസ്തതോജയ യഥോ ധർമ്മസ്തതോജയ, എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദീർഘദാർശനികതയുള്ള ഒരു പിതാവിനെ പോലെ, ധൃതരാഷ്ട്രനെ പോലെ, എവിടെയാണോ ധർമ്മം അതെന്റെ മക്കളാണ് അധർമ്മമെങ്കിൽ അവർക്ക് വിജയമുണ്ടാവില്ലെന്ന് പറഞ്ഞ പിതാവിനെ പോലെ കുടുംബത്തിൽ വെളിച്ചം നൽകുന്ന പിതാവാകണം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഇവിടേക്ക്. ഇത് നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള സദസ്സാണ്. ഇത് സാഹോദര്യം പറയുന്ന സദസ്സാണ്. ഇത് മനുഷ്യത്വം പറ്റിപ്പോകാത്ത മനുഷ്യ സ്നേഹികളുടെ 1000 പൂച്ചെണ്ടുകൾ നൽകിയ സദസ്സാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറണം. ഇവിടെ നിന്ന് വിട പറഞ്ഞാലും ആ കുടുംബം നാളെ സ്വർഗത്തിലെത്തുന്ന കുടുംബമാകണം. ആ കുടുംബമാകണമെങ്കിൽ നമ്മുടെ ഭാര്യ ഹാജറയായി മാറണം. നമ്മളാണെങ്കിലോ ഇബ്രാഹിമായി മാറണം. ഇബ്രാഹിമായി മാറണം. ഏത് ഇബ്രാഹിമാകണം? ഏത് ഇബ്രാഹിമാകണം? അള്ളാഹു പറഞ്ഞപ്പോൾ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ കഴിയുമ്പോ വാർദ്ധക്യ സമയത്ത് നമുക്ക് കിട്ടിയ, വാർദ്ധക്യ സമയത്ത് സമ്മാനമായി കിട്ടിയ മകനെ ബലിയെറുക്കാൻ പറയുമ്പോ ആ ബലിയെറുക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം മകന്റെ കഴുത്തിലോട്ട് കത്തിവെക്കാൻ ഒരു നിമിഷം പോലും കാത്തിരിക്കാതിരുന്ന ചരിത്രത്തിന്റെ പിതാവായ ഇബ്രാഹിമായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഖുർആനിലെ കുടുംബത്തിലോട്ട് കടക്കാം. ആ കുടുംബത്തിലോട്ട് കടക്കണമെങ്കിൽ ആദ്യം ഭർത്താവ് മാറണം, ഭാര്യ മാറണം, മക്കൾ മാറണം, മാതാപിതാക്കൾ മാറണം, സഹോദരങ്ങൾ മാറണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം ആരാ നന്നാവേണ്ടത്? ആദ്യം ആരാ നന്നാവേണ്ടത്? ഭാര്യയും ഭർത്താവും കുടുംബത്തിന്റെ അസ്തിത്വവരാണ്. കുടുംബത്തിന്റെ തുടക്കം മാത്രം. ഭാര്യയും ഭർത്താവും നന്നായാലേ മക്കൾ നന്നാവും. ഇല്ലെങ്കിൽ മക്കൾ നന്നാവൂല. മക്കൾ തോന്നിയ വഴി, വാപ്പാവുമായും വേറൊരു വഴി, മക്കൾ ഒരിക്കലും നന്നാവൂല.
ഒരു കുട്ടിയെ സുന്നത്ത് നടത്താൻ സമയം മാർക്കുന്നിടത്ത്. അപ്പോൾ വീട്ടിൽ ഒസ്താ വന്നപ്പോൾ ഇവൻ ഓടിപ്പോയി ഇവൻ മരത്തിൽ കയറി. ഉമ്മ താഴെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആ കസേരകൾ വരുന്നവർക്കൊക്കെ ഒന്ന് കസേര എടുത്തിട്ട് കൊടുക്കും. ഷൈജു സെക്രട്ടറി കൊടുക്കും. ഷാനവാസേ കസേരയൊക്കെ ഉണ്ടെന്ന് കൊടുക്കും. എനിക്ക് ആകെ ഷാനവാസമായിട്ടാണ് മംഗലപുരത്ത് പരിചയം. നമ്മുടെ വലിയ ആത്മാർത്ഥ ഹബീബാണ്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസം എൻ്റെ കൂടെ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷാനവാസ്. അതുകൊണ്ട് ഷാനവാസ് നമ്മുടെ വലിയ ഹബീബാണ്. എല്ലാവരും ഇരുന്ന് കേൾക്കി. 2 മണിക്കൂറേ ഉള്ളൂ. ആ കേൾവി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കേൾവിയായി മാറട്ടെ. നന്മകൾ അറിയുന്ന സമൂഹമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകും. എല്ലാവിധ ഖൈറും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകും. അതുകൊണ്ട് ആർക്കും ഈ സദസ്സിൽ വേറെ ഒന്നുമില്ല. നാളെ കല്യാണത്തിനുള്ള അരിയാണ് പോകണം. നാളെ നമ്മൾ പറയുന്ന കല്യാണത്തെ കുറിച്ചാണ് വിഷയം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും മാറണം. അപ്പൊ ഈ പയ്യൻ മരത്തിന്റെ മുകളിൽ കയറി. താഴെ എന്നിട്ട് ഉമ്മ വിളിച്ചു, മോനെ ഇറങ്ങി വാ, നീ ഇറങ്ങി വാ. ഇവൻ എന്ത് ചെയ്ത് ഇറങ്ങൂല. അവസാനം കുറെ നേരം കഴിഞ്ഞപ്പോ ഉമ്മ വിളിച്ചു മടുത്തപ്പോ ഉമ്മ പറഞ്ഞു, ശരി നീ ഇറങ്ങണ്ട, അതിന്റെ മാർക്കോ നടത്തണം, നീ നിന്റെ വാപ്പാനെ പോലെ അടക്കും, നീ നിന്റെ വാപ്പാനെ പോലെ അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് വിടാനുള്ളതാണോ നമ്മുടെ മക്കൾ? നീ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞ് വളരെ നിസ്സാരതയോടെ കടന്നു കടയാനുള്ളതാണോ നമ്മുടെ മക്കൾ? നമ്മുടെ മക്കൾ കുടുംബത്തിന്റെ അർത്ഥമല്ലേ? നമ്മുടെ മക്കൾ കുടുംബത്തിന്റെ ഭദ്രതയല്ലേ? കസേര ഇട്ട് കഴിഞ്ഞാ ഷൈജു നന്നായിട്ട് കസേരയൊക്കെ ചുമന്ന് വെക്കും. ഇതിനാണ് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കൂലേ? തെരഞ്ഞെടുക്കാൻ നേരത്തെ എന്തെന്നാ പറയുന്നത്? ബൈജു അത് കുഴപ്പമില്ല, രണ്ടും ഒരേ മഹ്റജ്. പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കുമ്പോൾ എന്തെന്നാ പറയുന്ന? പള്ളിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പള്ളി ഭാരവാഹി. ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കാനുള്ള ആളുകൾ. ഒരു 2-3 വർഷത്തേക്ക് ഒരു ഭാരം വഹിച്ചോണം. അതുകൊണ്ട് തെരഞ്ഞെടുക്കുമ്പോഴേ ഭാരവാഹി എന്നാണ് പേര്. ഭാരം വഹിക്കാനുള്ള ആളുകൾ. ആ ഭാരം ചുമന്നേ പറ്റും. അതൊരു വലിയ അമാനത്താണ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഒരിക്കലും റസൂലുള്ള, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, റസൂലുള്ള ഓരോ സദസ്സിലേക്ക് ഗവർണർമാരെ പറഞ്ഞുകൊണ്ട് വിടുകയാണ്. ഓരോ സംസ്ഥാനത്തിലേക്ക് ഗവർണർമാരെ തിരഞ്ഞെടുക്കുക. സഹാബാക്കൾ മുഴുവനും പ്രവാചകന്റെ മുമ്പിലുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഓരോരുത്തരും വിളിച്ച് അംർ ബിൻ ആസ് മിസ്റിലോട്ട് വെക്കും, മുആദ് ബിൻ ജബൽ സിറിയയിലോട്ട് വെക്കും. ഓരോ നാട്ടിലേക്കും ഗവർണർമാരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സാധാരണ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ അടിയും ബഹളവും ഒക്കെയാണ്. പേര് പറയാനും നാമനിർദ്ദേശം കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊക്കെ. ചില സമയത്തൊക്കെ മക്കളുടെ പേരൊക്കെ ലിസ്റ്റ് വരുമ്പോൾ ബാപ്പ പറയണതാ, ഞാൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് വേറെ ആരോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല. അങ്ങനെയൊക്കെ പല കഥകളും നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് റസൂലുള്ള ഇങ്ങനെ ഓരോ ഗവർണർമാരെ പറഞ്ഞു വിടുകയാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു സഹാബി റസൂലുള്ള തന്റെ പേര് പറയാത്തത് എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ അക്ഷമനായിട്ടിരിക്കുകയാണ്. അവസാനം റസൂലുള്ള അവനെ കാണാത്തത് കൊണ്ടായിരിക്കും പറഞ്ഞത് എന്ന് വിചാരിച്ച് അദ്ദേഹം റസൂലുള്ളാടെ തൊട്ടടുത്തിരിക്കുക. റസൂലുള്ള നിൽക്കുന്നു, റസൂലുള്ള തൊട്ടടുത്ത് നിൽക്കുന്നു. സദസ്സിനോട് പ്രത്യേകതയുണ്ട്. നിൽക്കുന്ന ആൾ അങ്ങ് അകലെ നിൽക്കുന്ന ആളെ കാണുള്ളൂ, അടുത്തിരിക്കുന്ന ആളെ നോക്കില്ല. അപ്പൊ ഓരോരുത്തരുടെ ഏതാണ്ട് സംസ്ഥാനങ്ങളൊക്കെ തീരാറായി, അന്തിമ ലിസ്റ്റ് എത്താറായി. അപ്പൊ ഈ സഹാബിക്ക് ഒരു വലിയ വെപ്രാളം, എന്റെ പേരെന്താ റസൂലുള്ള പറയാത്തത്? അപ്പൊ റസൂലുള്ള എന്നെ കാണാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ പറയാത്തതെന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂൽ എന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സഹാബി മെല്ലെ ഒന്ന് എഴുന്നേറ്റോടും. കമ്മിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഈ ഭാരവാഹികളുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ ചില ആളുകളൊന്ന് പയ്യെ എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് എടുത്ത് ഖജാൻജി സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ പേര് ആരും പറഞ്ഞില്ല. അതൊരു മറ്റൊരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ പറയും. അതേപോലെ ഈ സഹാബി എഴുന്നേറ്റിട്ട് ഈ സഹാബി മെല്ലെ ഒന്ന് എഴുന്നേറ്റു, റസൂലുള്ള തന്നെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അള്ളാന്റെ റസൂല് കൈ പൊക്കിയിട്ട് എഴുന്നേറ്റതിനേക്കാൾ സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് റസൂലുള്ള സഹാബിയോട് പറഞ്ഞു, ഇന്നഹാല അമാന ഫസൗഫ തകൂനു നദാമ. ഇന്നഹാല അമാന, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. കിട്ടാനൊക്കെ വലിയ ആഗ്രഹമായിരിക്കും, പക്ഷേ ഫസൗഫ തകൂനു നദാമ, കുറച്ചു കഴിയുമ്പോൾ ഇത്രയും വലിയ സങ്കടം വേറൊന്നും ഉണ്ടാവില്ല. ഇത് ഉത്തരവാദിത്വമൊക്കെ കൊള്ളാം, പക്ഷെ കുറെ കഴിയുമ്പോൾ ഫസൗഫ തകൂനു നദാമ, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. കുറെ കഴിയുമ്പോൾ
ഇത് വലിയ സങ്കടമായി മാറിയേക്കാം, ഖേദമായി മാറിയേക്കാം. സഹോദരങ്ങളെ, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഏതുത്തരവാദിത്തമാണ്? ആ ഉത്തരവാദിത്തം പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ല, മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമല്ല, പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു ചുമതല എന്ന് പറഞ്ഞാൽ ഇന്നഹാല അമാന, അത് അല്ലാഹു നിനക്ക് വിശ്വസ്തമായി തന്നതാണ്. ഫസൗഫ തകൂനു നദാമാ, കുറെ കഴിയുമ്പോൾ അത് വലിയ ഖേദത്തിന് കാരണമായിരിക്കാം. സഹോദരങ്ങളെ, ഞാൻ എന്റെ ഗൃഹനാഥന്മാരോട് പറയുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന ഭർത്താക്കന്മാരോട്, കുടുംബനാഥന്മാരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്കൊരു അമാനത്ത് നൽകിയിട്ടുണ്ട്. ആ അമാനത്ത് നിങ്ങൾക്ക് ഖേദമാകുന്നത്, നിങ്ങളുടെ കുടുംബം പരിപാലിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഹോദരിമാർ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ, ചുമതല നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. നാളെ പരലോകത്ത് അല്ലാഹു അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അസമാധാനമുള്ളത് കുടുംബത്തിലാണ്. അമേരിക്കയിലല്ല, ഇറാനിലല്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയത് ഉത്തര കൊറിയക്കും വടക്കം കൊറിയക്കുമല്ല, അമേരിക്കക്കും ഇറാന്റെയും ഇടയിലല്ല, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലല്ല വിശ്വാസമില്ലാത്തത്. സഹോദരങ്ങളെ, ഒരു ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ വീടിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുകയാണ്. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒരേ അതിർത്തിയാണ് സിയാച്ചിനുള്ളത്, വാഗ അതിർത്തിയിലാണ് അവർ രണ്ടുപേരും അതിർത്തി പങ്കിടുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും എവിടെയെങ്കിലും വെച്ചെന്ന് കൈ കൊടുത്താൽ അത് വാർത്തയായി മാറുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിൽ പോയാൽ അത് ലോകത്തിലെ വലിയ വാർത്തയായി മാറുന്നു. എന്തേ ഒരു അയൽവക്ക രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവന്മാര് കാണുമ്പോ എന്തേ അതൊരു വലിയ വാർത്തയായി മാറുന്നത്? അവരുടെ ഇടയിൽ കാതങ്ങളോളം അവരകലെയാണ്. സഹോദരങ്ങളെ, ഈ അകൽച്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലല്ല, നമ്മുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരേ കട്ടിലിൽ കേർന്ന് കിടക്കുമ്പോഴും ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സ് തമ്മിൽ കിലോമീറ്ററോളം അകലത്തിലാണ് കിടക്കുന്നത്. അവര് കിടക്കുന്നത് ഒരു കട്ടിലാണ്, പക്ഷേ മനസ്സുകളാണെങ്കിലോ അടുക്കാൻ കഴിയാത്ത വിധം വിദൂരത്തായി കിടക്കുകയാണ്. അവർ ഭൂമധ്യരേഖയ്ക്കും മകളിലായി മാറുന്നു. ഉത്തര ധ്രുവത്തിന്റെയും ദക്ഷിണ ധ്രുവത്തിന്റെയും ഇടയിലുള്ള അകലമല്ല ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ളത്, മക്കളുടെയും പിതാവിന്റെയും ഇടയിലുള്ളത്. സഹോദരങ്ങളെ, കുടുംബം എത്രയോ തകർച്ചയിലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ ആരെങ്കിലും കാണാനെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ചേക്കാ, പക്ഷേ ഉമ്മയെ കണ്ടാൽ മകള് കയ്യിൽ പിടിക്കുന്നില്ല, വാപ്പയെ കണ്ടാൽ മകനൊന്ന് ചിരിക്കുന്നില്ല. ആ ചിരി ലോകത്തിന്റെ അപൂർവമായ ചിരിയായി മാറുകയാണ്. മാതാപിതാക്കളുടെ മുഖത്തു നോക്കി നിൽക്കുന്ന ചിരി ലോകത്തിലെ ഏറ്റവും അപൂർവമായ ചിരി. ഡാവിഞ്ചിയുടെ മൊണാലിസയുടെ ചിരിയല്ല ഇന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിരി. ഉമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന മകന്റെ ചിരിയാണ്, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭർത്താവിന്റെ ചിരി. ആ ചിരിയുടെ പ്രകാശം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ, ഖുർആനിലെ കുടുംബം എന്ന വിഷയം ഞാൻ ഇന്നെടുത്ത് സംസാരിക്കുന്നത്, കുടുംബം നന്നായില്ലെങ്കിൽ എന്ത് റമളാനാണ്, എന്ത് ലൈലത്തുൽ ഖദറാണ്, എന്ത് ആദ്യത്തെ പത്താണ്, എന്ത് രണ്ടാമത്തെ പത്താണ്, എന്ത് ഒടുക്കത്തെ പത്താണ്. കുടുംബം അഴുക്ക് ജാലിലാണ് കിടക്കുന്നതെങ്കിൽ അവന് ലൈലത്തുൽ ഖദറും വെള്ളിയാഴ്ച രാവും ഒന്നിച്ചു വന്നിട്ട് എന്ത് പറയാനാണ്? അവന്റെ കുടുംബം തകരാറിലാണല്ലോ, അവന്റെ കുടുംബം വല്ലാത്ത തകർച്ചയിലാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങള്, കേരള വനിതാ കമ്മീഷന്റെ 2009 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 80% വീടുകളിലും കുടുംബ ബന്ധം തകർച്ചയിലാണ്. 80% കുടുംബത്തിൽ സമാധാനമില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടാണിത്. കേരളത്തിലെ 80% വീടുകളിൽ സമാധാനമില്ല. ഒരു നാട്ടിൽ 100 വീടുകളുണ്ടെങ്കിൽ 20 വീട്ടിലാണ് സമാധാനമുള്ളത്. 80% വീടുകളിലും പ്രശ്നങ്ങളാണ്.
80% വീടുകളിലും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊന്ന് അവസാനിക്കണ്ടേ? ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവേണ്ടേ? അള്ളാഹു നമ്മുടെ വീടുകളെ പ്രശ്നങ്ങളില്ലാത്ത സമാധാനത്തിന്റെ ഭവനമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളെല്ലാം മാറണം. കുടുംബം വെളിച്ചമുള്ള കുടുംബമായി മാറണം. ആ കുടുംബം മലക്കുകൾ വരുന്ന കുടുംബമായി മാറണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുടുംബമായി മാറണം. അതിനാദ്യം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അള്ളാഹുവേ, ഞാൻ നന്നാക്കേണ്ടത് എന്റെ നാടല്ല, എന്റെ നാട്ടുകാരെയല്ല. അള്ളാഹുവേ, എന്റെ കുടുംബം ഒന്ന് മാറണമല്ലോ. ഈ വീടിന് പകരം നാളെ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണമല്ലോ. നമ്മുടെ ദുനിയാവിലെ വീടുണ്ടാവട്ടെ, അത് ഓലമേഞ്ഞതാകട്ടെ, ഓടുമേഞ്ഞതാകട്ടെ, എത്ര വലുതാകട്ടെ, അതിന് പകരം അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു വീട് തരുമല്ലോ. ഇവിടത്തെ വീട് നന്നാക്കിയാൽ അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു വീട് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അള്ളാഹു പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ, നാളെ ആഖിറത്തിലെ വീട്. ഏത് വീട് വേണം? ദുനിയാവിലെ വീട് വേണോ? ആഖിറത്തിലെ വീട് വേണോ? ഏത് വീട് വേണം? രണ്ടും വേണം. ആഖിറത്തിലെ വീട് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുന്നേപ്പിച്ചു വിട്ടാൻ ഇവിടെ. രണ്ട് വീടും. ചില ആളുകൾ ദുനിയാവിലെ വീട് വേണം, ആഖിറത്ത്. എനിക്ക് ആഖിറത്തില് മതി. ദുനിയാവില്ലാതെ എന്താ ആഖിറം? ദുനിയാവില്ലാതെ ആഖിറം ഉണ്ടോ? നമ്മൾ ഈ ആഖിറത്തെ മാത്രം പറയുമ്പോൾ ആഖിറം ഉണ്ടാകുന്നപ്പോഴാണ്, ദുനിയാവുള്ളപ്പോഴാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ഭൂമി പരലോകത്തിന്റെ കൃഷിസ്ഥലമാണ്. ഇവിടെ വിത്തിടാതെ നീ ആഖിറത്തിൽ പോയിട്ട് എന്ത് നോക്കാനാണ്? വിത്തിട്ടാലല്ലേ സസ്യം മുളയ്ക്കൂ. അതുകൊണ്ട് ദുനിയാവില്ലാതെ ആഖിറമില്ല. ഈ ദുനിയാവ് കൃഷിസ്ഥലമാണ്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് വിത്തിട്ടോളീൻ. ആ വിത്തിട്ടാൽ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ അതിന്റെ ബലം കൊയ്തെടുക്കാം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അതുകൊണ്ട് ആദ്യം ഉത്തരവാദിത്വം നിർവഹിക്കണം. ഉത്തരവാദിത്വം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഗൃഹനാഥനിൽ നിന്നാണ്. നമുക്കൊരു ഉത്തരവാദിത്വം വേണം. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ? ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ ഈ കുടുംബം മാത്രം ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട്. നാളെ ഭാര്യയും ഭർത്താവും, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം മക്കൾ, നാലാമത്തെ ദിവസം മാതാപിതാക്കൾ, അതിന്റെ സമാപനം. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നാളെ സ്വർഗത്തിൽ നമുക്ക് അള്ളാഹു നൽകുന്ന കുടുംബത്തിന്റെ പ്രത്യേകതയല്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കുടുംബനാഥന് ഉത്തരവാദിത്വം വേണം. എന്താ ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോഴാണ്, ഗൃഹനാഥന്റെ ഉത്തരവാദിത്വം ചെയ്യുമ്പോഴാണ് വീട് വീടായി മാറുന്നത്. ആ ഉത്തരവാദിത്വം ചെയ്യൂ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മുടെ വീട് ഖുർആനിലെ വീടായി മാറും. അള്ളാഹു ഖുർആനിലെ ഒരു വീടിനെ കുറിച്ച് പറയുന്നു. എപ്പോഴാണ് ആ വീട് ഖുർആനിലെ വീടായി മാറിയത്? അള്ളാഹു ഒരു വീട്, ആ വീട് ഖുർആനിൽ പറയപ്പെട്ട വീടായി മാറി. ആ വീട് എപ്പോഴാണ് ഖുർആനിലെ വീടായത്? അങ്ങനെ ആകാൻ വേണ്ടിയാണ് ഈ 4 ദിവസം കൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ വീട് വേറെ ആരുടെയും വീടല്ല. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരേ മനസ്സോടെ കഴിഞ്ഞു. ആ വീട് അള്ളാഹു പറഞ്ഞു, ഇത് ഖുർആനിലെ വീടാണ്. ആ വീടിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞു. എപ്പോൾ ആ കുടുംബത്തിലെ ഗൃഹനാഥനും ഗൃഹനാഥയും ആ കുടുംബാംഗങ്ങളും അവർ ഒരേ മനസ്സോടെ പോയപ്പോ നമ്മുടെ വീട് ഖുർആന്റെ വീടായി മാറുമോ? ഖുർആന്റെ വീടായി മാറുമോ? മാറണം. എങ്ങനെ മാറണം? മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങണം. അപ്പോഴാണ് ഖുർആനിലെ വീടാവുക. നമ്മുടെ വീട്ടിൽ ധാരാളം അതിഥികൾ വരാറുണ്ട്. ആ അതിഥികൾ വരുമ്പോൾ നമ്മുടെ വീട് ആദ്യം നന്നായി വരുമ്പോൾ, മാറി വരുമ്പോൾ, മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറുമ്പോൾ ആ വീട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ഇതാ ഇപ്പൊ കല്യാണ പാർട്ടികൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇലയും വെട്ടി കരിയാപ്പിലയും വെട്ടി ഇത്രയും അരിയും സാധനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതിനാ? നാളെ ഒരു കുടുംബം ഉണ്ടാവുകയാണ്. നാളെ ഒരു വലിയ സംഭവം നടക്കാൻ പോകണം. എന്താണ് സംഭവം? ഒരു കുടുംബം ഉണ്ടാവുകയാണ്. അതിന്റെ മുന്നൊരുക്കമാണിത്. ഖുർആനിലെ കുടുംബം പറയുമ്പോൾ നാളെ ആഡിറ്റോറിയത്തിൽ കുടുംബം ബീജാവാപം ചെയ്യുകയാണ്.
അയർലൻഡിലെ പ്രൊട്ടസ്റ്റന്റുകാരായ ക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിൽ കല്യാണത്തിനൊരു ആചാരമുണ്ട്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് വധുവും വരനും കൂടി കല്യാണം കഴിഞ്ഞ് വധു ഇനി താമസിക്കേണ്ട വരന്റെ വീടിന്റെ മുറ്റത്തെത്തുമ്പോ വധുവും വരനും കൂടി ഇനി അവർ താമസിക്കേണ്ട അവരുടെ കുടുംബത്തിലോട്ട് കയറുന്നതിന് മുമ്പ് വധുവും വരനും കൂടി ഒരു ചെടി കൊണ്ടുപോയി ആ വീടിന്റെ മുറ്റത്ത് ഒന്നിച്ച് നടും. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ ആ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കും. എന്നിട്ടേ അവർ ആ കുടുംബത്തിലോട്ട് കയറൂ. എന്താ അതിന്റെ അർത്ഥം? ആ ചെടി അവർ രണ്ടുപേരും വെള്ളമൊഴിച്ച് അത് വളർന്ന് പാകമായി അതിൽ മുട്ടിട്ട് അതിൽ കായ്കളും കനികളും ഉണ്ടായി അതിന്റെ കായിൽ നിന്ന് വീണ്ടും അടുത്ത സസ്യം മുളച്ച് അതിൽ നിന്ന് അടുത്ത സസ്യം മുളച്ച് ആ വൃക്ഷം കായ് കനികളുമായി പടർന്നു പന്തലിക്കുന്നത് പോലെ ഇവർ രണ്ടുപേരും ജീവിതം തുടങ്ങുമ്പോൾ ഇനി അവരിലൂടെ ഈ സമൂഹത്തിന്റെ കുടുംബം പടർന്നു പന്തലിക്കുകയാണ്. അതിൽ കായും കനികളും പൂവും ഒക്കെ ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് വേറെ കുടുംബം ഉണ്ടാവാൻ പോവാണ്. അതുകൊണ്ട് നാളെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ അസ്തിത്വം കുടുംബമാണ്. പക്ഷെ അത് നാളെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട് ഖുർആന്റെ വീടായിട്ട് മാറട്ടെ. നമ്മുടെ വീട് മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്വം ഒരു ഗൃഹനാഥൻ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോ നിർവഹിച്ചു കഴിഞ്ഞപ്പോ ആ വീട് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ഹശ്ർ അള്ളാഹു ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരെങ്കിലും ഉത്തരവാദിത്വം നിർവഹിക്കുമോ? നമ്മൾ രാവിലെ ഇറങ്ങി പോകും, രാത്രിയാകുമ്പോൾ വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കും, നമ്മൾ കയറി കിടന്നുറങ്ങും, രാവിലെ വീണ്ടും എഴുന്നേക്കും, പോകും, വൈകുന്നേരം വീണ്ടും തിരിച്ചു വരും. കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കാൻ നമുക്ക് സമയമുണ്ടോ? യഥാർത്ഥത്തിൽ മക്കളും ഭാര്യയും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. പണ്ടത്തെ പോലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സദസ്സുണ്ടാ? പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു സദസ്സ്. എന്തുകൊണ്ട് കുടുംബബന്ധം തകരാറിലായി? വനിതാ കമ്മീഷൻ പറയുന്നു 80% വീട്ടിൽ സമാധാനമില്ല. ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ വീടിന്റെ വിശാലമായ നടുമുറ്റത്ത്, ആ നടുമുറ്റത്ത് വാപ്പ, ഉമ്മ, കുടുംബം, മക്കൾ എല്ലാവരും കൂടെ എന്നിട്ട് സന്ധ്യക്കൊന്നിരിക്കുക എന്നൊരു അല്പനേരം അല്ലേ? ഇന്നാ ഇരിപ്പുണ്ട? ഇന്ന് ഇരിക്കും വീടിന്റെ അകത്ത്.